മോർണിംഗ്. അപ്പൊ ഞാനും അച്ഛനും കൂടി കുറെ നാൾക്ക് ശേഷം ഒന്ന് പുറത്തു പോകാന്ന് വെച്ചു. കുറെ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ടാവും ഞാനും അവളോട് തനിച്ചൊന്ന് പുറത്തു. നല്ല ഹാപ്പി ആണെങ്കിൽ പോലും കുഞ്ഞിനെ വീട്ടിൽ തന്നെ ഇരുത്തിട്ട് പോകുന്നതിന്റെ ഒരു ചെറിയ ടെൻഷനും. തന്നെ ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എന്നാൽ അവൾ അങ്ങനെ ഒരുപാട് കുഞ്ഞിന്റെ അടുത്ത് മാറി നിൽക്കാറില്ല. നമ്മൾ നേരെ ഒരു ബസ് മേടിച്ച് പാലാക്കി വിട്ടു. മേഡത്തിന്റെ നിഷ്കളങ്കമായ ചിരി കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ചെന്നിറങ്ങിയപ്പോ തന്നെ ഫുഡ് കഴിക്കാൻ. അവളുടെ ഷവർമ്മ ചെറുതും എന്റെ ഷവർമ്മ വലുതുമായതിന്റെ വിഷമമാണ് ആ മുഖത്ത് കാണാം. അവിടെ ഞങ്ങളുടെ വിശപ്പ് മാറിയില്ല. പിന്നെ ഒരു അവൽ മിൽക്ക് കൂടി ഓർഡർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇനി അവിടെ നിന്ന് ശരിയാവാത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നേരെ ട്രെൻഡ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് പോണതിന് മുമ്പ് കുറച്ചധികം പർച്ചേസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ പുറകെ ഞാൻ നടന്നു അടുത്തൊരു സൈഡിൽ പോയിട്ടിരുന്നു. അവിടുത്തെ ബില്ല് കണ്ട് കിളി പോയി നമ്മൾ അടുത്ത കടയിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ വീട്ടിലേക്കുള്ള സാധനം എടുത്തൊരു നീണ്ട ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നുമല്ല ട്വിസ്റ്റ്, നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് നമ്മുടെ അങ്ങോട്ടുള്ള ലാസ്റ്റ് ബസ്സും പോയി എന്നുള്ള സന്തോഷ വാർത്തയും നമ്മൾ സാധാരണ ഞങ്ങൾ എവിടെ പോയാലും എന്തെങ്കിലും പണി ഒപ്പിക്കുന്നത് ഇന്നൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചപ്പോൾ തന്നെ അല്പനേരം കൊണ്ട് നമുക്ക് അതിനുള്ള മറുപടി എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ നമുക്കൊരു KSRTC ബസ് കിട്ടി. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അപ്പോ ശരി, ബൈ ഗൈസ്.